ഹലോ, അപ്പൂസ് ക്രേസി വേൾഡിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് തേങ്ങയൊന്നും ചേർക്കാത്ത അടിപൊളി നാടൻ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാം. അതിനായി 2 ക്യാരറ്റ്, 1 തക്കാളി, 2 പച്ചമുളക്, ഒരു 6-7 അല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു പകുതി സവാള മതി കേട്ടോ നമുക്കിതിന്. അടുത്ത നമ്മുടെ മെയിൻ താരാണ് ഗ്രീൻ പീസ്. ഇത് തലേദിവസം വെള്ളത്തിലിട്ട് അടിപൊളിയായി കുതിർന്ന് വന്നിട്ടുള്ളതാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ പരിപാടിയിലേക്ക് കടക്കാം. നമ്മൾ കുക്കറിലാണ് ഇന്ന് വയ്ക്കുന്നത്. ഒരു കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് നമ്മുടെ സ്പൈസസ് ഇട്ട് കൊടുക്കാം. ചെറിയ 2 കറുവപ്പട്ടയും 2 ഗ്രാമ്പും 2 ഏലക്കയാണ് ഞാൻ സ്പൈസസ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് അതൊന്ന് മൂത്ത് വരുന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ചെറുതായിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് പോണ വരെ ഒന്ന് നമുക്ക് മൂപ്പാം. അത് കഴിഞ്ഞ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നമുക്കിടാം. അധികം നമുക്ക് സവാള മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടുത്തതായി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ജസ്റ്റ് ഒരു 2 സെക്കൻഡ് ഒന്ന് ഇളക്കിയാൽ മതി. അടുത്തതായി നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലപോലെ എല്ലാം കൂടി മിക്സ് ചെയ്ത് മസാലയൊക്കെ നന്നായിട്ട് എല്ലാത്തിലും പിടിക്കുന്നവരെ നന്നാക്കി ഇളക്കി കൊടുക്കുക. അങ്ങനെ നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മസാലയായിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മുടെ മെയിൻ ഐറ്റം നമ്മുടെ കുതിർന്ന് വെച്ചിട്ടുള്ള നമ്മുടെ ഗ്രീൻ പീസ് നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കാം. വെജിറ്റബിൾസിന് മുകളിലേക്ക് നിൽക്കണ വെള്ളം. ഞാനൊരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കേട്ടോ. ഈ കറി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് വിചാരിക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ആഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇത്തിരി കറിവേപ്പില ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ ഞാനിത് ആഡ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് അതിൻ്റെ ലിഡിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരു 5 വിസിൽ വരുന്നവരെയാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മുടെ കറിയൊക്കെ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളി തേങ്ങ ചേർക്കാത്ത ഗ്രീൻ പീസ് കറി റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് അലങ്കാരപ്പണികളെല്ലാം ആവാം. മല്ലിയിലൊക്കെ വെച്ച് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ കറിയിൽ മല്ലിയില തൂവി കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാനിത് കഴിഞ്ഞ ശേഷം ഡെക്കറേഷന് ശേഷം മല്ലിയില തൂവിയിട്ട് അങ്ങനെ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇത് നമുക്ക് ഈസി ആയിട്ട് കാലത്ത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ചോറിനും അപ്പത്തിനും എന്തിൻ്റെ കൂടെയും സുഖമായിട്ട് പോകുന്നൊരു കറിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു.